പയർ വെച്ചിട്ട് നല്ലൊരു തോരനാണ് റെഡിയാക്കുന്നത്. പയറിൻ്റെ രുചി ഒട്ടും തന്നെ പോകാതെ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. 1 കിലോ പയർ ഉണ്ട്, അതിൻ്റെ പകുതി നമുക്ക് എടുത്താൽ മതി. 1/2 കിലോ പയർ വെച്ചിട്ടാണ് ഞാൻ തോരൻ റെഡിയാക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അത് വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 5-6 നല്ല എരിവുള്ള പച്ചമുളകും ചേർക്കണം. ഇതേ രീതിയിൽ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാൻ. ഇതിന് മുന്നേ പയറിൻ്റെ തന്നെ മെഴുക്കുവരട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിലൊന്ന് കണ്ടു നോക്കണേ. വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ആദ്യത്തേത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അതുപോലെ രണ്ടാമത്തതും കട്ട് ചെയ്ത് കഴിഞ്ഞു. അതും അത് ബോളിലോട്ടിടാം. എന്നിട്ട് കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളക്, അത് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് അതിലോട്ട് ചേർക്കാം. ഊണിനോടൊപ്പം ഈ തോരൻ കഴിക്കാൻ വളരെ രുചികരമാണ്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്ന കൂട്ട് റെഡിയാക്കാം. ഒരു 3/4 കപ്പ് തിരുമിയ തേങ്ങയിൽ 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ ചേർക്കുന്ന ജീരകത്തിൻ്റെയും എരിവുള്ള പച്ചമുളകുമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സോസ് പാൻ വെച്ചിട്ട് അതിലൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുന്നതാണ് നല്ലത്. എൻ്റെ കൈവശം അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം ഉപ്പ് ചേർക്കാം. എന്നിട്ട് അത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വിചാരിക്കും ഞാനിതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എന്ന്. പക്ഷേ അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പയറിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്, അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതെ ഇങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കണം ഒരു 1-2 മിനിറ്റ്. ഇപ്പോൾ അത് ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പയറിൽ നിന്നിറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് വേകുന്നത്. കൂടാതെ നമ്മൾ ഒഴിച്ച ഓയിലും. എന്നിട്ട് ഒന്നുകൂടെ അടച്ചതിന് വീണ്ടും ഒന്നുകൂടെ ഇപ്പോൾ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാകും. ആ കളർ ചെറുതായിട്ട് ചേഞ്ചായി. ഇത് ഡാർക്ക് കളറായത് ഇപ്പോൾ ലൈറ്റ് കളറായിട്ടുണ്ട്, ഗ്രീൻ കളറ്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കണം എല്ലായിടത്തും. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോൾ അത് ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് മൂടി ഒന്നുകൂടെ അടച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് വീണ്ടും അതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ രുചികരം. ഇനി ഒരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലോട്ട് ആ കൂട്ട് നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയം വയ്ക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല രുചികരമായ ഒരു തോരനാണിത്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ അത് എല്ലായിടത്തും നല്ല അതിൻ്റെ കൂട്ടെല്ലാം നല്ല യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന ഓരോ ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.